എന്ന മെക്സിക്കൻ നാടകത്തിന്റെ സ്വതന്ത്ര നാടകാവിഷ്കാരം വീണ്ടും ഒരു വെള്ളിയാഴ്ച. الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله. പാലും കച്ചവടം നടത്തിയ നാഗം വെള്ളം പോയി കുടിപ്പാൻ നോക്കോളി. നിങ്ങൾ പാലി കമ്പി പാലിട്ട് വരും. അതെ, മനുഷ്യമാറ്റത്തിൽ സ്വസ്ഥത വേണം. അത് കല്ലുടെ ഞങ്ങൾ നല്ല അഭിപ്രായം പറയാം. മാറും തല്ലൂർ പോയി ഞങ്ങൾ ഇഷ്ടമുള്ള വഴക്ക് സഹിക്കാതെയാണ് പള്ളിക്കമ്മറ്റി പ്രാർത്ഥനാ ദിവസമായ വെള്ളിയാഴ്ച വഴക്കിട്ടാൽ പിഴടക്കണമെന്ന 10 ഇറക്കിയത്. എന്നിട്ടോ ആണും പെണ്ണും കുട്ടികളും വൃദ്ധരും വഴക്കിട്ടുകൊണ്ടേയിരുന്നു. ഒരിക്കലും തീരാത്ത വഴക്ക്, വഴക്ക് തന്നെ വഴക്ക്. കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? പാട്ട് വഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? വാതിൽ തുറക്കി എന്താ പിണക്കോ? പിണക്ക
ചോദിക്കണ കേട്ടി പെണക്കാണോ? അതിന് മാത്രം ഞാൻ ഇപ്പൊ എന്താ ചെയ്തേ? പറയിച്ചിങ്ങളൊന്നും മിണ്ടാന്നിക്കല്ലേ. നിങ്ങളുടെ പേരും വേണ്ട, നിങ്ങളെ കാണും വേണ്ട. അറിയോ അമ്മതാക്കൻ്റെ നല്ല ചൂടുള്ള പരിപ്പട വായിൽ വെള്ളം വരും. ഏയ് ഒന്നുമില്ല, അതൊന്നുമില്ല. പോയി വെള്ളം കുരുപ്പി. അല്ല പാത്തോ അത് കാഞ്ഞു കിട്ടെ. ഒരു ദിവസേ ഒരു പെണ്ണ് ഒരു ആണ്ട മൊത്തം ചിരിക്കാം, പിറ്റേ ദിവസം മോന്തയ്ക്ക് അടിച്ചോട്ടെ വർത്താനം പറയാം. അത് ശരിയായ കാര്യ? അതും ഭാവി പുതിയപ്പോഴോടെ അഭിപ്രായം തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആരുടെ കടത്തിൽ തലയിടാൻ വന്നത് എന്തായാലും ഞാൻ 5 കടത്തിൽ തലയിടാൻ വന്നേ. അതെ, ആണുങ്ങളോട് നിൽക്കേണ്ട പോലെ നിന്നില്ലെങ്കിലേ ഇങ്ങനെ വെള്ളം പറയുന്ന കോലിന്റെ പണം അല്ല തൊള്ളത്തോലും വർത്താനം പറയുന്നുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞേ വേണ്ട, വെള്ളിയാഴ്ച ഞാൻ നോക്കൂല. അത്രയ്ക്ക് ഇഷ്ടമില്ല എന്തായാലും പള്ളിന് പള്ളിക്കാരും പഠിക്കുന്നത്. എന്നാ പാടി പുല്ലാരെ പാത്തോ ഇത് ദാരിദ്ര്യം മുന്നേ ജാതന്നെ തിന്നല്ലേട്ടാ. ഈ ജാതി ചോദിച്ചോണ്ടല്ലേ ഞാൻ മറുപടിയൊക്കെ പറയാൻ നിൽക്കുന്നു. അടക്കേ പരിപ്പടല്ല സൈക്കിൾ പോയി അങ്ങനെയാണല്ലോ. ഇച്ച് കാരണം നാട്ടുകാരെ ചീത്ത മൊത്തം ഞാൻ കേൾക്കുന്നുണ്ട്. വെറുതെ പറയേ, അങ്ങനെ പറയാൻ പാടില്ല. ഒന്ന് ഞാൻ കെട്ടാൻ പോണ ചെക്കനല്ലേ വെള്ളപ്പോലോട് ശൃംഗരിക്കാൻ പറ്റല്ലേ? വെള്ളരിക്കപ്പൂവാ. വെള്ളരിക്കപ്പൂവല്ല, വെള്ളപ്പൂവാലി. എന്റെ പുന്നാരെ പതിനഞ്ച് ആരെ കുറിച്ചായി പറയണേ? അപ്പൊ അതാണ് കാര്യം. അങ്ങനെ വരട്ടെ. അതന്നെ ഞാൻ പണ്ട് 2 കൂട്ടം മേൽപ്പുറത്തൊന്നും ശൃംഗരിക്കണം. എന്തേലും ചിരിയും കളി ചെല്ലി എപ്പോഴും തോളയാണ് പണ്ട് സൈക്കിൾ പുന്നാരെ പതിനോ ഞാൻ കച്ചവടക്കാരും സംസാരിക്കുന്നേ. ആ കഥ നോക്കിയാക്കണ്ട. അത് ഞാൻ എന്താ പറഞ്ഞു നിനക്കറിയും? ചെലപ്പോ എനിക്ക് അറിയണ്ടാവില്ല. ഇവിടുന്ന് 10-50 കിലോമീറ്റർ ആയാലേ പട്ടണത്തിൽ ഒരു പള്ളി പണിയുണ്ട്. അല്ല, അത് നമ്മുടെ ചെലിയുടെ പാപ്പ അബ്ദുള്ളാക്കിയുടെ പണി നിനക്കറിയല്ലോ. ആ പണിക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഓളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു. കിട്ടും. എന്നിട്ട് വേണം എന്റെ രാജകുമാരി ബർമീസയ്ക്ക് 10 പൊന്ന് വാച്ച് ചെയ്യേ. എന്തൊക്കെയാ പറഞ്ഞു പഠിക്കൊന്നും മനസ്സിലാവില്ല. അതെ, അന്നോട് ഞാൻ പറയാതെ പറഞ്ഞു എനിക്കറിയാം അമ്പലത്തേക്ക് ഞാൻ പോകും. പഠിക്കണ കാലം മുതൽ പിന്നാലെ നടക്കാൻ തുടങ്ങിയതല്ലേ? തന്നെ കിട്ടണം. എന്താ മുന്നിലവിടെ കുരുമാലി? ഞാൻ ഓരോ കാരണം അതിനെന്താണ് ഒരു തലോടിക്കണേ? അത് ഓരോ ചോദിക്കും. ഇത് വെള്ളിയാഴ്ച നടക്ക് അറിയില്ല. എടുക്കെടുക്ക് പേടുത്തോ. മൊല്ലാങ്ങൾ വെറുതെ കാര്യം നമുക്ക് നിർത്തി പേടുത്തോ. അല്ല, അപ്പൊ നമുക്കൊരു കാര്യം പറയാൻ ആവശ്യമില്ല. കാര്യോടെ കാര്യം നിക്കറിയണ്ട. ഇവിടെ പള്ളിക്കാരൊരു കാര്യം നിയമിച്ചില്ലേ, അതനുസരിച്ച് നീങ്ങാൻ പറ്റാൻ ഇവിടെ നീങ്ങാൻ മതി. ഇവിടെ മുന്നീറെ നമുക്ക് അയച്ച് ബാഗ് പേടുത്തോ. അസ്സലാമലൈക്കും. നമ്മൾ അവസ്ഥയായിട്ട് പറയണം. നമ്മൾ നീ പോലെ പഠിക്കും. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കോട്ടുമെന്ന് നീ പറഞ്ഞോ പണ്ട്. ഉപ്പു കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്നു. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം,
തുണികളിൽ ചോദിച്ചാണ് ഇല്ലാതെ അന്നെ വായ കൂട്ടിക്കാൻ പഠിക്കും. അഭിമാനുള്ള ഒരു പെൺകുട്ടിക്ക് തന്റെ പുയ്യാപ്പിളനെ മറ്റൊരു പെണ്ണ് വശീകരിക്കുന്നത് നിൽക്കാൻ പറ്റൂല. അപ്പൊ അവളൊരു ശരിക്കും വശീകരിച്ച ഒരു മോഡന്റെ ഭർത്തവൻ ഇല്ലാതെ ഞാൻ പോയി കൊടുക്കാം. ഓരോരുത്തർ വരാൻ പറയണമെങ്കിൽ ഞാൻ ചാവണം. ഞാൻ നിൽക്കാൻ കഴിക്കണമെന്ന് ഓനെ കാല് പിടിച്ച് പറയേണ്ടി വരും. ഓനെ സെലീനാനെ കണ്ടു. ഇവിടെ വേറെ ചായ കണ്ടുകൊണ്ടോ ഓ പോയി പണി നോക്കട്ടെ. ഇനി എത്ര കളയണ്ടേ? ആ നമ്മളോട് കൊണ്ടുവന്നാലോ? പിന്നെ അത്ഭുതങ്ങൾ നടക്കണം. അത് നേരം പറഞ്ഞ ആൾക്കാർക്ക് പണിയാവും. അത് മാത്രമല്ല വെറുതെ കല്യാണം അടുത്തൊന്നും നടക്കില്ല. അതിന്റെ പത്രോ ഈ കിണറ്റിലാണ്. പിന്നെ ആർക്കൊണ്ടും കിണറ്റിലാടാനെ പിന്നെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ സൽമാത്ത എത്ര കിട്ടി കണ്ടിട്ട് കുഞ്ഞിന് വന്നിട്ടെന്താ? ആ അത് നേരം മരിച്ചാലേ ആ ഇവിടെ വരൂ. മരിച്ചാൽ എന്റെ ജീവിതം തുറഞ്ഞ് എന്റെ വയ്യ. ഇപ്പൊ എന്താ സൽമാത്തൊരു വഴി? അതല്ലേ പത്രോ ഈ കിണറ്റിലാണ്. ഞാൻ അവളോട് പറഞ്ഞു ആ മാത്രം കൊണ്ട് പറ്റൂല. ഈ വണ്ടി എനിക്കല്ല ആനെ കെട്ടിച്ചാടാൻ ഒരു സമയത്ത് ഓനെ പറഞ്ഞ് വിശ്വസിക്കണം. അപ്പഴാ അഭിനയിക്കാന്ന് ഞങ്ങളീ പറയണം. അത് ഒറാമല്ലേ? പള്ളിയിൽ പേഴാക്കേണ്ടി വരും. മാത്രല്ല മഹദൂര് വരക്കൂലേ തേങ്ങാകൊല പള്ളി കൊടുക്കുന്ന കാശ. അത് മുന്നിലാക്ക് സാനിയ ഇല്ലേ ഓൻ എവിടെ പോയി നോക്കിക്കണം. അല്ല മുനീറിനെ വിളിച്ച മുനീറേ അത് സങ്കടത്തിൽ വിളിക്കുന്ന സാനിയ. മുനീറേ അന്റെ മുനീറാണ് ഓളുടെ മുനീറ്. ഓളുടെ മുനീറേ അന്റെ കൂടെ രണ്ട് മണി മാതം വെള്ളിയാഴ്ച ഏതെങ്കിലും അതൊരു കഴിച്ചിൽ വരും. ഉപ്പ മതി പോയി പറയാനോട് അത്രയും വേറെങ്ങാലിട്ട് ശാരീരമായിട്ട് ബദറും കടത്തിയിട്ട് താഴെ ഞാനേ പാട് പറയുന്നത് ഒരു പെൺകുട്ടിയാ. ഇത് മുണ്ടാണ്ട് പോയിക്കിട്ട് പറ്റുമോ? അല്ലാണ്ട് എങ്ങനെയാ? അല്ല അല്ല സൽമാത്ത ഓപ്പ എവിടെ ഉണ്ടാവുക? സാരിയാ പൊട്ടേ കഴിവായിട്ട് ഞാൻ ഇവിടെ എങ്ങനെ പോവാ? ആ ബാർബർ ഷാപ്പിക്ക് അവിടെ പോയോ? മുനീറേ പറ്റിക്കാനൊരു മനസ്സിലായ ഉള്ള ദേശം കൂടല്ലേ ഉള്ളൂ. അപ്പൊ കാര്യം നടക്കണ്ടേ? ശരിക്കും താടി നടന്ന കുഴപ്പമില്ല. പക്ഷെ അത് അതുപോലെയല്ലല്ലോ. ഒരു സാരി ഇട്ടില്ലല്ലോ. അപ്പൊ തിരിച്ചു വരണ്ടേ? ഞാൻ ശരിക്കും സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തില് മന്ത്രിക്കാം ഇവിടെ കൂട്ടുകൂല. ഓള് സെലീനാനെ കൊണ്ടുവച്ചാ ഓളെ എവിടെ കണ്ടിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സാരി പോലെ വിളിച്ചുണ്ട്. എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ പോലെ ഒന്നേ അറിയൂ. ഇപ്പോഴതിന് നിരപരാധിയാ. ഇവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്താ പറ്റേ? പാതിരോ 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 പാതിരുന്നീസ പാതിരോ പാതിരുന്നീസ പാതിരോ മുനിയൊക്കെയല്ലേ വിളിച്ചേ? എന്താ പറ്റേ? തെളിച്ചു പറയോ? എന്താ
പറ്റിയേ? മുനീറെ, വെള്ളത്തിൽ വീണ ഒരാള് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയൂലേ? ഈ പോളെ കാണണ്ട. എനിക്ക് പോകാനാണോ? മുനീറെ, ഈ പോളെ കാണണ്ട. എന്റെ സൽമാത്ത, മുനീറോടെ കാണണ്ടേ? അതിനല്ലേ ഞാൻ വിളിച്ചോണ്ടേ? ഞാനല്ലേ? അല്ല നീയല്ലോ. സൽമാത്ത, നിങ്ങൾ തെളിച്ച് ഒരുപാട് മയ്യത്തായ. പൂവ്. മുഴുവനായിട്ടില്ല. അപ്പൊ പ്രതീക്ഷിക്കാൻ വേണ്ട. നീ പേടിക്കണ്ട മുനീറെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീയേ ജാർക്കിങ്ങിൽ പോയിട്ട് ദുവാർന്നോ? നേരത്തെ അവളോട് ദേഷ്യപ്പെട്ടില്ലേ? അതിന് പഠിച്ചവനോട് തൗപ്പ് ചൊല്ലിക്കോ. അപ്പൊ വേറെ പോവോ? അതെ, ദുവാക്കുത്തരക്കേണ്ട ജാറാണ്. ഞാൻ പോവാ, പോയി പ്രാർത്ഥിക്കാം. ബദറു! ഏയ് ബദറു! ഒന്നും ചെയ്യില്ല. ഈ മായയെ കണ്ടുകൊണ്ടിരുന്നോളെ സേനയുടെ മുഖത്തൊക്കെ ഇടുകി. അടുത്ത കാര്യത്തിൽ വായെടുക്കാം. ഞാന്റെ പേരിൽ വിളിക്കാം. ഞാനെന്റെ മുഖത്തേക്ക് പാടി. സെലീന, മുനീറെ, നീ പോയിക്കോ. ആളുടെ താഴെ നിങ്ങളെ നോക്കിക്കോളാം. അതല്ല സൽമാത്ത, സെലീനൊന്നും മിണ്ടാതിരിക്കി. വർത്താനം പറയാൻ പറ്റിയ സമയമുള്ളത്. മോളെ സെലീന, അല്ലാതെ പ്രതിരോധിച്ച് നിങ്ങൾ ഞങ്ങളുടെ ഇത് ഞങ്ങൾ തമ്മിൽ പ്രശ്നം. ഏയ് ബദറു, പുറത്തിറങ്ങി പാടി. പേടിത്തൊടി. ഈ എത്ര വിളിച്ചാലും ഓള് വരാൻ പോണില്ല. ആർക്കാണ് ഇന്ന് പേടിത്തൊടി വിളിക്കാൻ വന്നിട്ടുണ്ടായില്ലേ? അതാർക്കാണ്? അർപ്പണമറിയോ? ഇത് ഞാനാണ് സെലീന. അല്ലോ, ഇപ്പൊ മുനീറിന് മനസ്സിലാവുന്ന ഉണ്ണി ബദറു തെറ്റിദ്ധാരണയാണ്. അപ്പൊ ഞാൻ അപ്പൂനെ പറ്റിച്ചല്ലേ? പറ്റിച്ച് നീ പെണ്ണുങ്ങളെ അപ്പം കൂടി പറ്റിച്ച്. സൽമാത്ത, നിങ്ങളെ ബുദ്ധി എഴുതില്ല. സൈക്കിൾ ചേട്ടാ. മുനീറെ,